Hello all. Today we'll be dealing with the second unit of your academic writing textbook, that is genres and types of academic writing. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടു, ഇറ്റ് വാസ് ടൈറ്റിൽഡ് ആൻ ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ്. അതിനകത്ത് വി ഗോട്ട് ഇൻട്രൊഡ്യൂസ് ടു ദി ഫീൽഡ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്, differences between academic essays and non-academic essays, certain terms related to the field, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു. സോ ബേസിക്കലി വി നോ, നമുക്കിപ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അബൌട്ട് അക്കാഡമിക് റൈറ്റിംഗ്, അതെന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നമുക്കിപ്പോൾ അറിയാം അല്ലേ, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ നമുക്കറിയാം. So the next step if you want to learn academic writing is to know the different types of academic writing. ഞാൻ പറഞ്ഞു അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി വൈഡ്, ആ ഒരു ടേം വളരെ വൈഡാണ്. അതിനകത്ത് തന്നെ പല തരത്തിലുള്ള റൈറ്റിങ്സ് വരുന്നുണ്ട്, പല ടൈപ്സ് വരുന്നുണ്ട്, പല കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പം ആ ഒരു കാറ്റഗറീസ് പഠിക്കുക, അല്ലെങ്കിൽ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് ജോണേഴ്സ് ഏതൊക്കെയാണ്, കാരണം പലതും പല രീതിയിൽ അതൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോമാറ്റ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം നിങ്ങളുടെ പേർപ്പസ്, നമ്മൾ പറഞ്ഞു അക്കാഡമിക് റൈറ്റിങ്ങിന് ഒരു പേർപ്പസ് ഉണ്ട് എപ്പോഴും. അപ്പോൾ ആ പേർപ്പസ് അനുസരിച്ചിട്ടും ഒരു വേരിയേഷൻ വരും, നിങ്ങൾ എഴുതുന്നതിന് ഒരു വേരിയേഷൻ വരും. ചിലപ്പം ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് എസ്സേ എഴുതുന്നതായിരിക്കും ഉചിതം, ചില സന്ദർഭങ്ങളിലോ ഇറ്റ് വുഡ് ബി ബെറ്റർ ടു റൈറ്റ് എ റിപ്പോർട്ട്. ചില ടോപ്പിക്സ് അങ്ങനെയായിരിക്കും, അതിന് റിപ്പോർട്ട് എഴുതുന്നതായിരിക്കും നല്ലത്, ചിലതിന് കേസ് സ്റ്റഡി നടത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇറ്റ് ഡിപ്പെൻസ്, ഫോമാറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ടോപ്പിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുമാണ് പല ജോണേഴ്സും വരുന്നത്. സോ അത്തരത്തിലുള്ള ജോണേഴ്സ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു എയിം വെൻ യു ഗോ ത്രൂ ദിസ് യൂണിറ്റ്. Another thing is that you get to know the features, different genres അത് എങ്ങനെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കും. അതുപോലെ പല ടെക്നിക്സ്, നിങ്ങളിപ്പം റൈറ്റിംഗ് സ്റ്റൈൽ, നമ്മളിപ്പം ഫോമാറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ റൈറ്റിംഗ് സ്റ്റൈലും ഡിഫർ ചെയ്യും അല്ലേ. നിങ്ങളിപ്പോൾ ഒരു എസ്സേ എഴുതുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എഴുതുന്ന എസ്സേയും ഇനി ഒരു സോഷ്യൽ ടോപ്പിക് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തൊരു എക്സാമ്പിൾസ് കൊടുത്തിട്ട് എഴുതുന്ന ഒരു എസ്സേയും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ട് അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയും മറ്റതിൽ ചെയ്യുന്ന രീതിയും ഇറ്റ് വുഡ് ബി ക്വൈറ്റ് ഡിഫറെൻറ്റ്. അപ്പം റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നതും മാറും. സോ അത്തരത്തിലുള്ള കുറച്ച് റൈറ്റിംഗ് സ്റ്റൈൽസ് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ്ഡ് ആവും ഈ ഒരു ചാപ്റ്ററിൽ. പിന്നെ എങ്ങനെയൊക്കെയാണ് പാരഗ്രാഫ്സ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പോയിൻറ്റ്സിനെ അറേഞ്ച് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ ഈ യൂണിറ്റിനകത്ത് പഠിക്കും. സോ ദിസ് ഈസ് വാട്ട് യു ലേൺ ഇൻ യൂണിറ്റ് 2. You will get to know about certain types of academic writing. You will get to know the different features of such academic writings. ആ തരം ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ജോണേഴ്സ്? ജോണേഴ്സ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മളൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്, പല ടൈപ്സ് എന്നുള്ളതിന് ഒരു വേർഡാണ് ജോണേഴ്സ് എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു അക്കാഡമിക് റൈറ്റിംഗ്, ഇറ്റ് റെഫേഴ്സ് ടു ദി ഫോമാറ്റ്, സ്ട്രക്ചർ ഓർ കാറ്റഗറി ഓഫ് റൈറ്റിംഗ്. നിങ്ങൾ എഴുതുന്നതിൻ്റെ ഫോമാറ്റിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ആ ഒരു ഫോമാറ്റ്, സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി, അതിനെ കാണിക്കുന്ന ഒരു വേർഡാണ് ജോണർ എന്ന് പറയുന്നത്. ഓക്കെ, and it is categorized using names like essay, case study, report and dissertation. അപ്പോൾ ഇത് ആക്കഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ പല രീതിയിൽ അവൈലബിൾ ആണ്. അവൈലബിൾ അല്ല, പല രീതിയിലുണ്ട്. ലൈക്ക് ഇറ്റ് വിൽ ബി യു വിൽ സി എസ്സേസ്, നിങ്ങൾ എക്സാംസിന് എഴുതുന്നതാണെങ്കിലും എസ്സേസ് ആണ്. നമുക്കിപ്പോൾ ഒരു ടോപ്പിക്ക് തന്ന് നോർമലി നമുക്ക് പരിചയമുള്ള ഒരു റൈറ്റപ്പ് എന്ന് പറയുന്നത് എസ്സേ ആണ്. പിന്നെ യു ഹാവ് സീൻ കേസ് സ്റ്റഡി. ഇപ്പം നമ്മൾ പേഷ്യൻസിൻ്റെ ഒക്കെ കേസ് സ്റ്റഡി നടത്താറുണ്ട് ഡോക്ടേഴ്സ്, അവരുടെ ഒരു പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ അവരുടെ ഡിസീസും അത് തൊട്ടിട്ട് ഇങ്ങോട്ട് വരെയുള്ള അവരുടെ ഒരു ചേഞ്ചൊക്കെ കാണിക്കുന്ന കേസ് സ്റ്റഡിയൊക്കെ ഡോക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. റിപ്പോർട്ട്സ് വരാറുണ്ട്, നിങ്ങളിപ്പോൾ സർവേസും കാര്യങ്ങളൊക്കെ നടത്തി ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ റിപ്പോർട്ടാണ് നല്ലത്. ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു റിസർച്ച് പേപ്പർ. നോർമലി നമുക്ക് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ വി റെഫർ ടു ദി ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ പേപ്പർ. നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ക്വാളിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രോജക്റ്റിനെയാണ് നമ്മൾ ഇവിടെ ഡിസർട്ടേഷൻ എന്ന് പറയുന്നത്. PhD ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് പേപ്പർ ഇസ് നോർമലി കോൾഡ് തീസിസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ആക്കഡമിക് റൈറ്റിംഗ്സ് അവൈലബിൾ ആണ്, പലതിനും പല ഫീച്ചേഴ്സാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജോണേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഫോമാറ്റ്, സ്ട്രക്ചർ ഓർ കാറ്റഗറി ഓഫ് റൈറ്റിംഗ്. അപ്പോൾ ഈ ഒരു ടേബിൾ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ടേബിൾ 2.1 ആണ്, പേജ് നമ്പർ 25 ഒരു ടേബിളാണിത്. സോ ഇതിനകത്ത് ദീസ് ആർ സം ജോണേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ജോണേഴ്സിനൊന്ന്
മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഇപ്പം പല ജോണേഴ്സാണ് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണെന്ന്. അപ്പം എസ്സേ നമുക്കറിയാവുന്നതാണ്. റിസർച്ച് പേപ്പർ നമ്മൾ കേട്ടിട്ടുണ്ട്, ദാറ്റ് ഈസ് നിങ്ങളിതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ യു മൈറ്റ് ഹാവ് ഹേർഡ്. കേസ് സ്റ്റഡി, ഡെസിറ്റേഷൻ, ലിറ്ററേച്ചർ റിവ്യൂ, ഇതൊക്കെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. ബട്ട് വിൽ ജസ്റ്റ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദീസ് ടേംസ് നൗ. മെത്തഡോളജി റീകൗണ്ട്, ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ക്രിട്ടീക്ക്. എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചർ സ്റ്റുഡൻസ് കുറച്ചും കൂടെ കേട്ടിട്ടുണ്ടാവും ഇതിനെ പറ്റിയിട്ട്, ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. തീസിസ്, റിസർച്ച് റിപ്പോർട്ട് ഓഫ് പേപ്പർ, പ്രപ്പോസൽ, ബുക്ക് റിവ്യൂ, ലാബ് റിപ്പോർട്ട്. അപ്പോൾ ഇത്രയുമാണ് ഒരു ലിസ്റ്റ് ഓഫ് ആക്കഡമിക് റൈറ്റിംഗ്, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് ഇതിൻ്റെ ജോണേഴ്സ് എടുക്കുന്ന സമയത്ത് നോർമലി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന തരം സാധനങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ചിലത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലത് നിങ്ങൾക്ക് വലിയൊരു അറിവുണ്ടാവില്ല. സോ ഇത്രയും ജോണേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിൽ ചിലതായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വിൽ ബി ലുക്കിംഗ് അറ്റ് എസ്സേസ്. ഫസ്റ്റ്, എസ്സേ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത് ഇതാണ്, എസ്സേനെ പറ്റിയിട്ടാണ്. അപ്പോൾ എസ്സേ നമ്മൾ ഇന്ന് കാണും. അതുപോലെ തന്നെ റിസർച്ച് റിപ്പോർട്ട്, അതും നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നതായിരിക്കും. റിസർച്ച് പേപ്പർ ഓർ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള 2 ജോണേഴ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എസ്സേസ് എന്ന് പറയുന്നത്? എസ്സേസ് എനിക്ക് തോന്നുന്നു നമുക്ക് വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം തൊട്ടിട്ട്, അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പം തൊട്ടിട്ട് നിങ്ങളെക്കൊണ്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരുന്ന സമയത്ത് യു ആർ മോസ്റ്റ്ലി been asked to write about essays. അറ്റ്ലീസ്റ്റ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് ഈ ഒരു ടാസ്ക്കാണ് എപ്പോഴും കൊടുത്തിട്ടുള്ളത്. നമ്മൾ എസ്സേസ് എഴുതുക എന്നുള്ളത്. നിങ്ങൾക്ക് യു വിൽ ഹാവ് ടു ക്രിട്ടിക്കലി പോയിന്റ് ഔട്ട് സംതിങ് ഓർ യു ഹാവ് ടു ഡിസ്കസ് ഓൺ സം മാറ്റർ. അപ്പം എസ്സേസ് ആണ് നിങ്ങളുടെ എക്സാംസിനാണെങ്കിലും നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് വരുന്നൊരു വർക്ക് എന്ന് പറയുന്നത് എസ്സേ എഴുതാനാണ്. അപ്പോൾ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് എസ്സേ? Essay aims at presenting a critical or evaluative perspective on a topic belonging to a particular subject area with supporting details or evidence. അപ്പോൾ എന്താണ് എസ്സേൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ടു പ്രസൻറ്റ് എ ക്രിട്ടിക്കൽ ഓർ ഇവാലുവേറ്റീവ് പെർസ്പെക്റ്റീവ്. യു ആർ പ്രസൻറ്റിങ് എൻ ഐഡിയ, ഒരു കാര്യത്തെ പറ്റി, ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്, ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒട്ടും ബയസ്ഡ് ആവാണ്ട്, ഒട്ടും പ്രജുഡിസ് കാണിക്കാണ്ട്, വളരെ കീനായിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊരു കാര്യത്തെ പറ്റി പഠിക്കുന്നു. അതിനുശേഷമുള്ള നിങ്ങളുടെ ഒരു വ്യൂ പോയിൻറ്റ് അതിനെ പറ്റിയിട്ടുള്ളത് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, സോ അത്തരത്തിലൊരു പെർസ്പെക്റ്റീവ് കാണിക്കുക എന്നുള്ളതാണ് എസ്സേൻ്റെ എയിം എന്ന് പറയുന്നത്. ബിലോങ്ങിങ് ടു എ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഏരിയ. ഇറ്റ് കുഡ് ബി literature, it could be from commerce, it could be from computer science or whatever. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഏരിയ, ഏതെങ്കിലും ഒരു ടോപ്പിക്. ഇനി അതിൽ തന്നെ സബ് ടോപ്പിക്സ് ഒരുപാട് വരാറുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് യു പ്രൊവൈഡ് an evaluative perspective. നിങ്ങളൊരു പെർസ്പെക്റ്റീവ് കൊടുക്കുകയാണ് വിത്ത് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ഓർ എവിഡൻസ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ചുമ്മാ പറയുന്ന കുറേ വാദങ്ങൾ മാത്രമല്ല, യു ഹാവ് എവിഡൻസ് ടു സപ്പോർട്ട് ഓൾ യുവർ തിങ്കിങ്സ്. നിങ്ങളുടെ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് എവിഡൻസസ് ഉണ്ട്. അതിപ്പം ഫീൽഡ് എക്സ്പേർട്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാവാം, അവരുടെ കൊട്ടേഷൻസ് ആവാം, അല്ലെങ്കിൽ വന്നിട്ടുള്ള എന്തെങ്കിലും സർവേസ് ആവാം, പഠനങ്ങളാവാം. അപ്പം അങ്ങനെ നിങ്ങളുടെ വാദത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും എവിഡൻസും നിങ്ങളുടെ കയ്യിലുണ്ട്. സോ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻ്റ് ഇൻ എസ്സേസിനകത്ത് നമ്മൾ എന്തൊരു ഐഡിയ പറയുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ടാവണം. ആ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽ നമ്മുടെ കയ്യിലുണ്ടാവണം. ഓക്കെ, another feature is that you use question words. നിങ്ങളുടെ question words അല്ല, question words ആണ് ഈ ഒരു ഏത് ടൈപ്പ് എസ്സേ ആണ് നിങ്ങൾ എഴുതുന്നത് എന്നുള്ളത് കാണിക്കുന്നത്. അതായത് ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഒരു എസ്സേ കൊറോണയുടെ സമയത്ത് എങ്ങനെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഹൈക്കുള്ളത് എന്നതാണ് നിങ്ങളുടെ ടോപ്പിക് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിങ്ങളുടെ വൈ എന്ന് പറയുന്നൊരു ഫാക്ടറാണ് വരുന്നത്. അതാണ് നിങ്ങളുടെ എസ്സേനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ എസ്സേ ഏത് ടൈപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ത്രൂ ദി ക്വസ്റ്റ്യൻ വേർഡ്സ്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഇപ്പം വാട്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എസ്സേ ആണ്. ഓക്കെ, അപ്പം അതായത് ഇപ്പം വാട്ട് ഈസ് COVID-19 എന്നാണെങ്കിൽ അതാണ് ആ ഒരു ഇത് കാണിക്കുന്നത്. അപ്പം ആ ഒരു എസ്സേ വരുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് COVID-19 അല്ലെങ്കിൽ ഈ ഡിസീസിനെ പറ്റിയിട്ടും ഡിസീസിൻ്റെ വൈറസിനെ പറ്റിയിട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും. വൈ എന്നുള്ളതാണെങ്കിൽ അതായിരിക്കും നമ്മളുടെ റീസൺ, എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളതായിരിക്കും. വേറെന്നാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്ലേസസോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്. അങ്ങനെയുള്ള ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നതാണ് നിങ്ങൾ ഏത് ടൈപ്പ് എസ്സേ എഴുതുന്നു എന്ന് തീരുമാനിക്കുന്നത്.
Another thing is that your response is your way of looking at the topic that has to be clarified using ideas, explanations and evidence. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ. ഓക്കെ, നിങ്ങളുടെ ഒബ്സർവേഷൻ, നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ്? യൂസിങ് ഐഡിയാസ്, എക്സ്പ്ലനേഷൻസ് ആൻഡ് എവിഡൻസ്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം, എവിഡൻസ് കൊടുക്കണം, എന്താണ് പ്രോപ്പറായിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടായിരിക്കണം. എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്യുന്നത് അതിന് ശേഷമാണ്. ഓക്കെ, ദീസ് ആർ സർട്ടൺ ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് ദാറ്റ് യു യൂസ് ഇൻ റൈറ്റിങ്സ്. എസ്സേസിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ചില ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് യൂസ് ചെയ്യും. അതാണ് ഇത്. അനലൈസ് ചെയ്യുക, കോൺട്രാസ്റ്റ്, ഡിസ്ക്രൈബ്, ഇലാബറേറ്റ്, എക്സ്പ്ലെയിൻ, ഔട്ട്ലൈൻ, അസെസ്, ക്രിട്ടിക്കലി അനലൈസ്, ഡിസ്കസ്, ഇവാലുവേറ്റ്, ഇല്ലസ്ട്രേറ്റ്, സ്റ്റേറ്റ്, കമ്പയർ, ഡിഫൈൻ, എക്സാമിൻ, ജസ്റ്റിഫൈ. അപ്പം ഇതൊക്കെ എന്താണ്, കുറച്ച് ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് ആണ്. നോർമലി യു യൂസ് ഇറ്റ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ എക്സാംസിലൊക്കെ വരുമ്പം അനലൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കലി എക്സാമിൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇല്ലസ്ട്രേറ്റ് ദി ഇഫക്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ആക്കഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എന്താണ് ഇതൊക്കെ കുറച്ച് ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് ആണ്. അപ്പം ഈ ഒരു ഇൻസ്ട്രക്ഷണൽ വേർഡിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾ എഴുതുന്ന എസ്സേ ഉണ്ടാവുക. നിങ്ങളോടിപ്പം ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പർപ്പസ്. എന്നിട്ട് അവിടെ നിങ്ങളുടെ ഒബ്സർവേഷൻ കൊണ്ടുവരാണ്ടിരിക്കാം. അപ്പം അത് രണ്ട് രീതിക്കും എഴുതാം. അത് നമ്മൾ മുന്നോട്ടേക്ക് സംസാരിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ ഈ ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് ആണ് നിങ്ങൾ ഏത് ടൈപ്പ് എസ്സേ എഴുതുന്നു, അല്ലെങ്കിൽ എങ്ങനത്തെ എസ്സേ ആണെന്ന് തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് ആണ്. Normally, academic essays follow a linear structure. Writer moves from one point to next in a sequence. നോർമലി എന്താണ് ആക്കഡമിക് എസ്സേസ് എഴുതുന്ന സമയത്ത് ഒരു ലീനിയർ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ എന്താണ് ഇപ്പം അവസാനം പറയേണ്ടത് ആദ്യം എടുത്ത് പറഞ്ഞ് അങ്ങനെയല്ല. നമ്മൾ എന്താണ് ഓരോ ഒരു പോയിന്റിൽ നിന്നും അടുത്തതിലേക്ക് ഒരു സീക്വൻസ് ആയിട്ടാണ് നീങ്ങുന്നത്. നമുക്കൊരു ഒരു ഇതുണ്ട്, ഒരു ഐഡിയ നമ്മളുടെ കയ്യിലുണ്ട്, പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. ആ പോയിന്റ് എങ്ങനെ പറയണം, അല്ലെങ്കിൽ അടുത്ത പോയിന്റ് എന്തായിരിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആദ്യം വരിക, അല്ലെങ്കിൽ ക്രൊണോളജിക്കലി ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം പറയുക. അങ്ങനെ എന്താണ് ഐഡിയാസ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിന് ഒരു സീക്വൻസ് ഉണ്ട്. Ideas are grouped together in the order of their importance or in a chronological sequence. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആയിരിക്കണം, പിന്നെ അതിനെക്കാട്ടിലും ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പിന്നെ അതിനെക്കാട്ടിലും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് പറയാനുള്ളപ്പോൾ ആ ഒരു ഓർഡർ ചൂസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ആദ്യം നടന്ന സംഭവത്തെ പറ്റി ആദ്യം പറയാം, പിന്നെ അടുത്ത നടന്ന സംഭവം, അങ്ങനെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിലും. അപ്പം എങ്ങനെയാണെങ്കിലും എസ്സേസ് നമ്മൾ ഈ ഒരു ലീനിയർ സീക്വൻസിലാണ്, അതായത് ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ എഴുതുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസിൻ്റെ ബേസിസിൽ എഴുതാം, ഇനി അതും അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡറിനെ ബേസ് ചെയ്തിട്ടും എസ്സേസ് എഴുതാം. എസ്സേസ് എഴുതുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എങ്ങനെയാണ് ഒരു 5 പാരഗ്രാഫ് എസ്സേ ഡിസൈൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു എസ്സേ എന്ന് പറയുമ്പം അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോമാണ് 5 പാരഗ്രാഫ് എസ്സേ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മളിപ്പം അറിയാം, ആദ്യത്തെ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്. പിന്നെ വരുന്ന 3 പാരഗ്രാഫിൽ നിങ്ങൾ 3 പോയിൻറ്റ്സ് ഇലാബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ എസ്സേയുമായിട്ട് വളരെ റിലവൻ്റ് ആയിട്ടുള്ള 3 പോയിൻറ്റ്സ്, 3 ഐഡിയാസ്, അതിനെ ഇലാബറേറ്റ് ചെയ്യുകയാണ് പിന്നെയുള്ള 3 ബോഡി പാരഗ്രാഫ്സിൽ സംഭവിക്കുന്നത്. ഒടുവിൽ വരുന്ന പാരഗ്രാഫാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സമ്മറി. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാണ്, നിങ്ങളുടെ എസ്സേനെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു കൺക്ലൂഷൻ പാരഗ്രാഫിലാണ് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ദി സിംപ്ലസ്റ്റ് ഫോമാറ്റ് ഓഫ് എൻ എസ്സേ with an introduction, 3 body paragraphs and a conclusion. The topic is divided into 3 main points and these points are discussed in body paragraphs in order of importance. അപ്പോൾ എന്താണ് 3 പോയിൻറ്റ്സ് ആക്കിയിട്ട് നിങ്ങളുടെ എസ്സേനെ ഡിവൈഡ് ചെയ്യുന്നു. 3 ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അതിനെ ഓരോ പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, അതിനെ ഇലാബറേറ്റ് ചെയ്യുക, അതിനെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആദ്യം വരണം. ആ ഒരു രീതിക്ക് വേണം, ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് വേണം ഓരോ പോയിൻറ്റ്സും നിങ്ങൾ എഴുതാൻ. ഇനി ദിസ് വാസ് വാട്ട് വി സ്പോക്ക് അബൌട്ട് എസ്സേസ്. എസ്സേസ് എന്ന് പറയുന്നത് എസ്സേസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും എസ്സേസ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ എന്താണ് ഒരു 5 പാരഗ്രാഫ് എസ്സേൻ്റെ ഒരു ജനറൽ ഫോമാറ്റുമാണ് നമ്മൾ കണ്ടത്. ദി നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു സീ, അല്ലെങ്കിൽ ദി നെക്സ്റ്റ് ജോണർ ദാറ്റ് വിൽ സീ ഇസ് റിസർച്ച് പേപ്പർ ഓർ ആർട്ടിക്കിൾ. ഓക്കെ, അപ്പം എന്താണൊരു റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എസ്സേയിൽ നിന്നും ഡിഫറെൻ്റ് ആവുന്നത് നമുക്ക് നോക്കാം. ഇറ്റ്സ് യൂഷ്വലി ലോങ്ങർ ദാൻ എൻ എസ്സേ.
ഒരു എസ്സേനെക്കാട്ടിലും ഏത് സമയത്തും നല്ല വലിപ്പമുള്ളതായിരിക്കും റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു 30 പേജസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഡെസിറ്റേഷൻ എന്ന് പറയുമ്പം ലിമിറ്റ് വരുന്നത് 30 പേജസിൻ്റെ ആണ്. അത് PGയിലേക്ക് പോകുമ്പം ഇറ്റ്സ് ലൈക്ക് 50 to 55 പേജസ്. പിന്നെ അത് PhD റിസർച്ച് പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ അതിനെക്കാട്ടിലും പോകും. ഓക്കെ, സോ എപ്പോഴും എന്താണ് എസ്സേസിനെക്കാട്ടിലും ലോങ്ങർ ആയിരിക്കും റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത്. It provides detailed information on a topic through different sections like literature review, methodology, discussion and conclusion. ഇപ്പോൾ എന്താണ് ഒരു ടോപ്പിക്കിനെ പറ്റി, ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് റിസർച്ച് പേപ്പർ നൽകുന്നത്. ഒരുപാട് സെക്ഷൻസ് അതിനകത്തുണ്ടാവും. ലിറ്ററേച്ചർ റിവ്യൂ, ഇതൊക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് കാണാൻ പോകുന്ന ടേംസ് ആണ്. ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ, കൺക്ലൂഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, വളരെ ലോങ് ആയിട്ടുള്ളൊരു റൈറ്റപ്പ് ആയിരിക്കും. ഓൾസോ ഇങ്ങനെ പല സെക്ഷൻസിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് റൈറ്റിംഗ് സ്റ്റൈൽ ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ദി ഫീൽഡ്. ഇപ്പം പല ഫീൽഡിലും എല്ലാ ഫീൽഡിലും ഒരുപോലെയല്ല റിസർച്ച് പേപ്പർ എഴുതുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ ഇംഗ്ലീഷിലാണെങ്കിൽ വി ഫോളോ ദി MLA ഫോമാറ്റ്. നമ്മൾ നോർമലി MLA ഫോമാറ്റാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് വേറെ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്ക് പല ഫീൽഡുകൾ മാറും. അതായത് ഇപ്പം കോമേഴ്സുകാർ എഴുതുന്ന ആ ഒരു ഫോമാറ്റ് ആയിരിക്കില്ല വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വേറൊരു ബ്രാഞ്ച് അല്ലെങ്കിൽ വേറൊരു ഫീൽഡിലുള്ളവർ എഴുതുന്നത്. ഇറ്റ് ഡിഫേഴ്സ്. അപ്പം ഓരോ ഫീൽഡ് അനുസരിച്ചിട്ട് ഈ ഫോമാറ്റ് മാറും. ഈ റൈറ്റിംഗ് സ്റ്റൈലും അതിൻ്റെ സ്ട്രക്ചറും മാറും. പിന്നെ റിസർച്ച് പേപ്പേഴ്സ് ആർ റിട്ടൺ സ്ട്രിക്ട്ലി ഫോളോയിങ് സർട്ടൻ സ്റ്റൈൽസ് ഓഫ് പ്രസൻറ്റിംഗ് സോഴ്സസ് ആൻഡ് എവിഡൻസസ് ടു സപ്പോർട്ട് ദി ആർഗ്യുമെൻറ്റ്സ് ഓഫ് ഫൈൻഡിങ്സ് ഓഫ് ദി പേപ്പർ. അപ്പോൾ ഇവിടെ വീണ്ടും എന്താണ്, നിങ്ങൾ റിസർച്ച് പേപ്പർ എഴുതുമ്പോഴും ഇതിന് വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. നിങ്ങൾ എഴുതുന്ന സമയത്ത് യു ഹാവ് ടു ഫോളോ സർട്ടൻ സ്റ്റൈൽസ്. അതായത് നിങ്ങളിപ്പോൾ ഒരു എവിഡൻസസ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നിങ്ങളൊരു കൊട്ടേഷനാണ് എടുത്തതെന്ന് വിചാരിക്കുക, ഒരു റൈറ്റർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കൊട്ടേഷനാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സൈറ്റ് ചെയ്യണം. നിങ്ങൾ പറയണം ഇന്ന ആൾ എടുത്തിട്ടുള്ളതാണെന്ന്. പക്ഷേ അത് പറയുന്നതിനൊരു പെർട്ടിക്കുലർ രീതിയുണ്ട്. അത് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. ഇൻസ്റ്റഡ് നമ്മളത് സൈറ്റ് ചെയ്യുമ്പം അത് പ്രോപ്പറായിട്ട് വേണം. അതിനൊരു റൂളുണ്ട്. ആ ഒരു റൂൾ വെച്ചിട്ട് വേണം, അങ്ങനെ വേണം നിങ്ങളിത് സൈറ്റ് ചെയ്യാൻ. നിങ്ങളുടെ സപ്പോർട്ടിങ് ആർഗ്യുമെൻറ്റ്സ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ഫൈൻഡിങ്സ് ആണെങ്കിലും ശരി, ഇതൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റൈലുണ്ടാവും. ആ സ്റ്റൈല് പാലിച്ചുകൊണ്ട് വേണം നമ്മളത് ചെയ്യാൻ. ആ ഒരു എവിഡൻസ് പ്രസൻറ്റ് ചെയ്യുക ആ ഒരു റൂള് ഫോളോ ചെയ്തിട്ട് ആയിരിക്കണം. ഓക്കെ, അപ്പം ദിസ് വാസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമ്മൾ ഇന്ന് കണ്ടത് ജോണേഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്, ആക്കഡമിക് റൈറ്റിംഗിൽ വാട്ട് യു മീൻ ബൈ ജോണേഴ്സ് എന്ന് കണ്ടു, എസ്സേസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അതുപോലെ റിസർച്ച് പേപ്പർ എന്താണെന്നും ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഐ ഹോപ്പ് ദറ്റ് പാർട്ട് വാസ് ക്ലിയർ. വാട്ട് യു ഹാവ് ടു ഡു ഇസ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യും. ക്ലാസ് കണ്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. താങ്ക് യു.